സ്കിൻ കെയർ എന്ന് പറയുന്നത് കീ ടു അച്ചീവ് പെർഫെക്റ്റ് ക്ലിയർ ആൻഡ് ഗ്ലോയിങ് സ്കിൻ നാച്ചുറലി. നിങ്ങൾ ഏതെങ്കിലും ഒരു അട്രാക്റ്റീവ് പേഴ്സൺ അല്ലെങ്കിൽ സെലിബ്രിറ്റീസിനെയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ എല്ലാവരുടെയും മെയിൻ ഫീച്ചർ ആയിരിക്കും ക്ലിയർ സ്കിൻ. അതായത് ആക്നി ഇല്ല, പിമ്പിൾസ് ഇല്ല, ഡാർക്ക് സ്പോട്ട്സ് ഇല്ല, അതുപോലെ നല്ല ഗ്ലോയിങ് സ്കിൻ ആയിരിക്കും. സോ ഒട്ടുമിക്ക ആൾക്കാർക്കും ക്ലിയർ സ്കിൻ വേണമെന്നാണ് ആഗ്രഹം. കുറേ പേർക്ക് ജനറ്റിക്കലി ക്ലിയർ സ്കിൻ ആയിരിക്കും, അതായത് സ്കിൻ പ്രോബ്ലംസ് ഒന്നും വരില്ല. മറ്റു ചിലർ എന്തൊക്കെ ചെയ്തിട്ടും അവരുടെ സ്കിൻ ക്ലിയർ ആവുകയുമില്ല. സോ അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള 3 സ്റ്റെപ്സ് വരുന്ന ഒരു പെർഫെക്റ്റ് സ്കിൻ കെയർ റൊട്ടീനാണ്. ഒരുപാട് ആളുകൾ പറയുന്ന പോലെ 5 സ്റ്റെപ്പ് സ്കിൻ കെയർ റൊട്ടീൻ അല്ലെങ്കിൽ 7 സ്റ്റെപ്പ് സ്കിൻ കെയർ റൊട്ടീൻ ഒന്നും ആവശ്യമില്ല. പകരം ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള വെറും 3 സ്റ്റെപ്പ് സ്കിൻ കെയർ റൊട്ടീൻ മതി. ഇതുവഴി എല്ലാ സ്കിൻ പ്രോബ്ലംസും പരിഹരിക്കാനും ക്ലിയർ സ്കിൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും സാധിക്കും. സോ ഗൈസ്, ഒരു കാര്യം ഞാൻ എടുത്ത് പറയാം, ഈ ഒരു വീഡിയോ പ്രൊമോഷൻ കാര്യങ്ങളൊന്നും അല്ല. ഓക്കെ, ഒരു പ്രോഡക്റ്റിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലെ കമൻറ്റ് ബോക്സിലൊന്നും വെക്കുന്നില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് ചില പ്രൊഡക്റ്റ് ആണെങ്കിൽ സമയത്ത് പ്രൊമോഷനാണ് തെറ്റിദ്ധരിക്കും. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രൊഡക്റ്റ് ഒന്നും കാണിക്കുന്നില്ല, പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഏതെങ്കിലും പ്രൊഡക്റ്റ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വാങ്ങുകയും ചെയ്യരുത്. കാരണം ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണത്. അതായത് പ്രൊമോഷനാണെന്ന് ഈ ഒരു വീഡിയോ തെറ്റിദ്ധരിക്കരുത്. സ്കിൻ കെയർ ആണ് ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിരുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. സോ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് സ്കിൻ കെയർ എന്താണെന്ന് നോക്കാം. അതായത് സ്റ്റാർട്ടിങ് വിത്ത് ക്ലൻസർ. ക്ലൻസർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിലുള്ള അഴുക്കും ഓയിലെല്ലാം പോയി സ്കിന്ന് നല്ല ഫ്രഷ് ആകാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിനായിട്ട് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് മാച്ച് ആകുന്ന നല്ലൊരു ബ്രാൻഡിൻ്റെ ഫേസ് വാഷ് അല്ലെങ്കിൽ ക്ലൻസർ മേടിക്കുക. ദെൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഫേസ് ക്ലീൻസ് ചെയ്യുക. കുറേ പേര് ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് തെറ്റായിട്ടാണ്. പകരം ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലെ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. സോ ഇതുപോലെ ഫേസ് ക്ലെൻസ് ചെയ്ത ശേഷം 1 മിനിറ്റ് ഫേസിന് റെസ്റ്റ് കൊടുക്കുക. എന്നിട്ട് ഫേസ് വാഷ് ചെയ്യുക. 3 സ്റ്റെപ്പ് സ്കിൻ കെയർ റൊട്ടീനിലെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി ചെയ്യേണ്ട എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല ഫ്രഷ് ആൻഡ് ക്ലീൻ ആക്കും. ഇതുവഴി ഫേസ് നല്ലതുപോലെ ഡ്രൈ ആയിട്ട് വരും. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് വരാം. അതായത് സിറം യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിൻ പ്രോബ്ലംസിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ടാണ്. ഫോർ എക്സാമ്പിൾ, പലതരം ഫേസ് സിറംസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ സ്കിൻ ഡൾ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഗ്ലോ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ ജി സിറം യൂസ് ചെയ്യാം. സ്കിന്നിൽ ആക്നി മാർക്സ് അതുപോലെ തന്നെ ഓപ്പൺ പോർട്സ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടി നിയാസിനമൈഡ് സിറം യൂസ് ചെയ്യാം. മുഖത്തെ റിങ്കിൾസ് ആൻഡ് ഫൈൻ ലൈൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് റെറ്റിനോൾ സിറം യൂസ് ചെയ്യാം. ഇനി ഓയിൽ ആൻഡ് ആക്നി ബോൺ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ സാലിസിലിക് ആസിഡ് സിറം യൂസ് ചെയ്യാം. സോ ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്താണ് നിങ്ങളുടെ സ്കിൻ ഇഷ്യൂസ് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള സിറംസ് യൂസ് ചെയ്യുക. സോ ഇതിനേക്കാൾ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. ഓരോ സ്കിൻ പ്രോബ്ലംസിനും ഓരോ സിറം യൂസ് ചെയ്യാതെ എല്ലാം കൂടെ ഒറ്റ സിറത്തിൽ അങ്ങ് യൂസ് ചെയ്യുക. അതായത് ഇപ്പോൾ മാർക്കറ്റിൽ ഓൾ ഇൻ വൺ എന്ന് പറയുന്ന ഒരുപാട് സിറംസ് ഉണ്ട്. അതായത് എല്ലാ സ്കിൻ ഇഷ്യൂസിനും കൂടെ ഒറ്റ സിറം. സോ ബ്രാൻഡ് ഒന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ നല്ലപോലെ സെർച്ച് ചെയ്തിട്ട് റിവ്യൂസ് നോക്കി മേടിക്കുക. പക്ഷെ ഇതിന് റേറ്റ് കൂടുതലാണ്. സാധാരണ വാങ്ങുന്ന സിറത്തിനേക്കാൾ 200-300 രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. സോ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഓൾ ഇൻ വൺ സിറം യൂസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഇഷ്യൂസിനനുസരിച്ചിട്ടുള്ള ഒരു സിറം മേടിച്ചും യൂസ് ചെയ്യാം. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റെപ്പായിട്ടുള്ള സിറം നമ്മൾ ഫേസ് വാഷ് ചെയ്തതിനു ശേഷം ഫേസ് ഡ്രൈ ആയിട്ടുണ്ടാകും. അതിന് മുകളിലായിട്ട് സിറം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസ് സിറം യൂസ് ചെയ്യുമ്പോൾ സ്ക്രബ് ചെയ്യരുത്, പകരം ഇതുപോലെ പതുക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സോ ഇതോടുകൂടി സ്കിൻ കെയറിലെ സെക്കൻഡ് സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ് സൺസ്ക്രീൻ ആൻഡ് മോയ്സ്ചറൈസർ. സോ ഇപ്പോൾ പൊതുവേ കണ്ടുവരുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ എല്ലാവരും മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് ആയിട്ടാണ് മേടിച്ച് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ മാർക്കറ്റിൽ സൺസ്ക്രീൻ വിത്ത് മോയ്സ്ചറൈസർ അടങ്ങിയ പ്രൊഡക്ട്സ് കിട്ടും. അതായത് രണ്ടും ഒരൊറ്റ പ്രൊഡക്റ്റിൽ. സോ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ഫേസ് ഡ്രൈ ആവാതെ മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാനായിട്ടാണ്. അതുപോലെ സൺസ്ക്രീൻ ഇടുന്നത് സൺ ഡാമേജ് വരാതെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. സോ ഇത് രണ്ടും ഒരൊറ്റ ക്രീമിൽ വരുമ്പോൾ നമുക്ക് വെറും 3 സ്റ്റെപ്പ് സ്കിൻ കെയർ റൊട്ടീൻ്റെ ആവശ്യമേ ഉള്ളൂ. സോ അതുകൊണ്ട് നല്ലൊരു ബ്രാൻഡിൻ്റെ റേറ്റിംഗും റിവ്യൂസുമുള്ള നല്ലൊരു മോയ്സ്ചറൈസിങ് സൺസ്ക്രീൻ മേടിച്ച് യൂസ് ചെയ്യുക. സോ സിറം അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ഒരു 2 മിനിറ്റ് ഫേസിന് റെസ്റ്റ് വെച്ചതിന് ശേഷം മോയ്സ്ചറൈസിങ് സൺസ്ക്രീൻ എടുത്ത് ഇതുപോലെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ദാറ്റ്സ് ഇറ്റ് ഗൈസ്, കഴിഞ്ഞു നമ്മളുടെ 3 സ്റ്റെപ്സ് എഫക്റ്റീവ് സ്കിൻ കെയർ റൊട്ടീൻ. സോ ഈ ഒരു സ്കിൻ കെയർ റൊട്ടീൻ 1 വീക്ക് നിങ്ങൾ കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് ചേഞ്ച് ആകുന്നതായിട്ട് കാണാം. 1 മന്ത് കൺസിസ്റ്റൻസി ആയിട്ട് സ്കിൻ കെയർ ചെയ്യുന്നത് വഴി നിങ്ങളുടെ സ്കിന്ന് ക്ലിയർ ആൻഡ് ഗ്ലോയിങ് ആകുന്നതായിട്ട് കാണാം. സോ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് സ്യൂട്ട് ആകുന്ന സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ പ്രോബ്ലംസും അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിൻ ടൈപ്പും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ആയിട്ട് ഇട്ടാൽ മതി. ഞാൻ സമയം കിട്ടുന്നതനുസരിച്ച് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയറിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം വഴി താഴെ കൊടുക്കാം. എനിക്ക് മെസ്സേജ് അയക്കുക. ഞാൻ മാക്സിമം സമയം കിട്ടുന്നതനുസരിച്ച് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതുപോലത്തെ മോർ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ കൂടി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.